എങ്ങനെയായിരുന്നു ഇത്രയും ദിവസങ്ങൾ അതിശക്തമായ പോരാട്ടം? അത് ഏതൊക്കെ നിലയിൽ അല്ലേ, ഒരുപക്ഷെ ഇങ്ങനെ വേണ്ടിയിരുന്നോ, ഇങ്ങനെ പ്രചാരണം നടത്തണോ എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉണ്ടായ വിധത്തിൽ പല മുന്നണികളുടെയും നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. പക്ഷേ അവസാനം നമുക്ക് റിസൾട്ട് വരുമ്പോൾ ഇന്നയാളുടെ ജയം, അത് കൃത്യമായി ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവരും അത് സ്വീകരിക്കുന്നു, ആഘോഷിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ജയം നേടിയവർ അഭിമാനിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴെങ്ങനെയാണ് ഈ കളം തെളിഞ്ഞ സ്ഥിതിക്ക് നിലമ്പൂരിലെ ഒരു രാഷ്ട്രീയ ഭൂപടം അതിനി നീലച്ചു തന്നെ, നമ്മൾ നേരത്തെ പങ്കുവച്ച ആ മാപ്പ് പോലെ നീലച്ചു തന്നെ കിടക്കും എന്നൊരു വലിയ ആത്മവിശ്വാസത്തിലാണോ UDF ക്യാമ്പ്? ദിവിഷ ഷിനോജന്റെ കൂടെ ഉണ്ട്. കഴിഞ്ഞ ഒരു മാസത്തോളമായി നിലമ്പൂരിൽ എല്ലാ മുക്കുമൂലകളിൽ സഞ്ചരിച്ച് എങ്ങനെയായിരുന്നു ഈ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിരിക്കുന്നു, ഈ വിജയ വഴി എങ്ങനെയായിരുന്നു ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞു? കൃത്യമായ രീതിയിൽ സംഘടനാ സംവിധാനം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് UDFന്റെ ആയിക്കോട്ടെ, മൊത്തത്തിൽ അത് ലീഗിൻ്റെ ആയിക്കോട്ടെ, കോൺഗ്രസിൻ്റെ ആയിക്കോട്ടെ, മറ്റ് ചെറിയ ഘടകകക്ഷികളായിക്കോട്ടെ, കൃത്യമായ രീതിയിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 3 ആഴ്ചത്തോളം അവർ ഇവിടെ കൃത്യമായ രീതിയിലൊരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു. കാരണം അതിന് മുൻപ് തന്നെ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത് VD സതീശൻ നേതൃത്വത്തിൽ അത് ക്രമീകരിക്കുന്നു. കൃത്യമായ രീതിയിലുള്ള VD സതീശൻ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ മാസ്റ്ററെ നമ്മൾ കണ്ടത് അവിടെയാണ്. മാത്രമല്ല കൃത്യമായ രീതിയിൽ സംഘടനയെ ചലിപ്പിക്കാൻ കഴിയുന്ന നേതാക്കൾക്ക് ഓരോ പഞ്ചായത്തിൻ്റെയും ചുമതല കൊടുക്കുന്നു. അത് പഞ്ചായത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ചുമതല കൊടുക്കുന്നു, അവരെ അവിടെ വിനിയോഗിക്കുന്നു. അതെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ നടന്നു. ഇടക്കരയിൽ നമ്മൾ ചാണ്ടി ഉമ്മൻ്റെ കണ്ടതായിരുന്നു, പോത്തുകലിൽ M. വിൻസെൻ്റിൻ്റെ കണ്ടതായിരുന്നു. അങ്ങനെ കൃത്യമായ രീതിയിൽ നേതാക്കളെ അവരുടെ കഴിവ് മനസ്സിലാക്കിക്കൊണ്ട്, അത് നമ്മൾ നേരത്തെ തന്നെ VD സതീശൻ്റെ അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പുതുപ്പള്ളി നമ്മൾ കണ്ടിട്ടുണ്ട്, തൃക്കാക്കരെ കണ്ടിട്ടുണ്ട്, പാലക്കാട് കണ്ടിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു മാനേജ്മെന്റ്, ഇലക്ഷൻ മാനേജ്മെന്റ് ഇവിടെയും കണ്ടു. സംഘടനാ മികവ് അല്ലെങ്കിൽ ഇലക്ഷൻ മാനേജ്മെന്റ് ഉണ്ടായി എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു, അതൊരു അനുകൂല ഘടകമാണ് UDFിൽ. പക്ഷേ പ്രതികൂല ഘടകങ്ങൾ ഉണ്ടായിരുന്നു. PV അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ഈ കോൺഗ്രസിൻ്റെ ഉള്ളിൽ അഭിപ്രായ വ്യത്യാസം, ഒപ്പം തന്നെ ലീഗിനും ഒരു ചതുർത്ഥി ഈ വിഷയത്തിലൊക്കെ ഉണ്ട്. ഇതിനൊക്കെ എങ്ങനെ മറികടന്നത്? മാത്രമല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിക്ക് VD സതീശൻ നൽകിയ ഗുഡ് സർട്ടിഫിക്കറ്റ് ആണ്. അത് വലിയ രീതിയിൽ ചർച്ചയാകും. പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ അത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. പക്ഷേ വോട്ടെടുപ്പിൽ നമ്മളതൊന്നും കണ്ടില്ല. എങ്കിലും അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. പ്രത്യേകിച്ച് PV അൻവർ ഉയർത്തുന്ന കാര്യങ്ങൾ, PV അൻവർ ആരുടെ വോട്ട് പിടിക്കും, UDFിൻ്റെ വോട്ട് പിടിക്കും അതോ LDFിൻ്റെ വോട്ട് പിടിക്കുമോ സംബന്ധിച്ച് വലിയ രീതിയിൽ സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കൊണ്ടുപോയ സമയത്ത് അൻവർ കൊണ്ടുപോയ വോട്ട് എന്ന് പറയുന്നത് അതിൽ ഒരു 10 വോട്ട് പിടിച്ചാൽ അതിൽ 7 വോട്ടും 8 വോട്ടും അത് LDFിൻ്റെ വോട്ടാണെന്നാണ് നമുക്ക് ഈ കണക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നമ്മൾ ഈ പ്രധാനപ്പെട്ട ഈ മലയോര മേഖലകളിലൊക്കെ തന്നെ സഞ്ചരിക്കും, വഴിക്കടവ് അതുപോലെ തന്നെ പോത്തുകൾ ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ തന്നെ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ നാട്ടുകാരോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അൻവർ സംസാരിക്കുന്നത് സാധാരണക്കാരുടെ ഭാഷയിലാണ്. അവർക്കൊപ്പം അവരുടെ വിഷയങ്ങളൊക്കെ തന്നെ അവരിൽ ഒരാളായി സാധാരണക്കാരുടെ ഭാഷയിൽ സംസാരിക്കുന്ന സമയത്ത് ആളുകൾ കുറച്ചുകൂടി കണക്ട് ആകുന്നു. ആ വിഷയം അൻവർ ഉയർത്തുന്ന വിഷയങ്ങളൊക്കെയാണ് പലപ്പോഴും പ്രതിപക്ഷം, UDF ഉൾപ്പെടെ പ്രതിപക്ഷം അത് ഏറ്റെടുക്കുന്ന സ്ഥിതി ഉണ്ടായി. അങ്ങനെ ഈ അൻവർ പിടിക്കുന്ന വോട്ടുകളിലായിരുന്നു LDFിന്റെ പ്രതീക്ഷ. അൻവർ പിടിക്കുന്നത് UDFിന്റെ വോട്ടുകളായിരിക്കും. ആ ഗ്യാപ്പിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വാക്കം സമയത്ത് ജയിച്ചു കയറാൻ കഴിയുമെന്നുള്ളായിരുന്നു LDF കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ അത് നടന്നില്ല. മറിച്ച് അത് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ LDF CPM ക്യാമ്പുകൾ ഒരു ഞെട്ടലിലാണ്. കാരണം ഏകദേശം 4000-5000-ഓളം വോട്ടുകൾ CPM വോട്ടുകൾ അൻവറിലേക്ക് പോയിട്ടുണ്ട്. അത് വലിയ രീതിയിലൊരു അവർ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിന് കാര്യം. കാരണം കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാളും വലിയ രീതിയിൽ വോട്ട് ചോർച്ച അവിടെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു 70,000-ഓളം പാർട്ടി വോട്ട് ഈ മണ്ഡലത്തിൽ അവർക്കുണ്ട്. അതിനൊപ്പം എക്സ്ട്രാ കിട്ടുന്ന M. സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന വോട്ടുകൾ, ഇത് രണ്ടും കൊണ്ട് കൂട്ടിവയ്ക്കുമ്പോൾ ഇവിടെ ജയിക്കാം എന്നതായിരുന്നു LDFിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്. പക്ഷേ അത് ആകെ പൊളിഞ്ഞു. കാരണം പാർട്ടി വോട്ടുകളിൽ നിന്ന് തന്നെ ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം ഈ മണ്ഡലം നമുക്കറിയാം, ഗോവിന്ദമാഷി പറഞ്ഞതുപോലെ ഇത് കേവലം ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ വോട്ട് കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ല നിലമ്പൂർ എന്ന് പറയുന്നത്. കൃത്യമായ രീതിയിൽ വ്യക്തിപരമായി എന്തെങ്കിലും നിഷ്പക്ഷ വോട്ടുകൾ കൂടി സ്വാധീനിക്കാൻ കഴിയാൽ മാത്രമേ നിലമ്പൂർ പോലെയുള്ള രാഷ്ട്രീയപരമായി മാത്രമല്ല വളരെ വൈകാരികമായി ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഏതൊക്കെ നിലയിൽ സ്പർശിച്ചോ ആ നിലയിൽ സ്പർശിക്കുന്നവർക്ക് തന്നെയാണ് കൂടുതൽ ആളുകളും വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിന്റെ ഒരു ഫലം സ്വാഭാവികമായിട്ടും PV അൻവറിന് കിട്ടിയിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മുൻ പരാജയം പോലും ചില ആളുകളിലെങ്കിലും വീണ്ടും അദ്ദേഹത്തിനൊരു അവസരം എന്ന നിലയിലേക്ക് ചിന്തിക്കാനും ഒക്കെ പ്രേരിപ്പിച്ചിട്ടുണ്ട് പലവിധ കാരണങ്ങളിലും.